ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഭവിൻ വ്ളോഗ്സ്. ഇന്ന് നമുക്ക് പെട്ടെന്ന് ഒരു ചില്ലി ചിക്കൻ ഉണ്ടാക്കിയാലോ. ഇത് ചില്ലി ചിക്കൻ്റെ മസാല ഇടുന്നുണ്ട്, പക്ഷേ എൻ്റെ മൈ വേർഷൻ ഓഫ് ചില്ലി ചിക്കൻ ആട്ടോ. പക്ഷേ എളുപ്പത്തിൽ നിങ്ങൾക്ക് സ്കൂളിലൊക്കെ കൊടുത്തു വിടാനും ചോറിൻ്റെ കൂടത്തെയും പിന്നെ നമ്മുടെ ചപ്പാത്തിയുടെ കൂടത്തിലൊക്കെ കഴിക്കാൻ, പൊറോട്ടയുടെ കൂടത്തിൽ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡിഷാണ്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഫസ്റ്റ് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അതിനായിട്ട് ഒരു ബൗൾ എടുത്ത് അതിലേക്ക് 2 ടീസ്പൂൺ മൈദ, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു മുട്ട, പിന്നെ 1 ടീസ്പൂൺ സോയാ സോസ്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇത്രയും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മൊത്തത്തിൽ കട്ട കെട്ടാത്ത പോലെ നല്ല പോലെ ഒന്ന് ശരിക്ക് മിക്സാക്കി എടുക്കണം. അപ്പോൾ അതൊന്ന് മിക്സാക്കുക. അപ്പോൾ ഇതിനു വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 600 ഗ്രാം, 1/2 കിലോ മിച്ചമുണ്ട്, ഒരു 600 ഗ്രാം ചിക്കൻ വരും കേട്ടോ. അത് എല്ലുള്ള ചിക്കൻ തന്നെ എടുത്തിരിക്കുന്നത്. സാധാരണ എല്ലില്ലാത്തതാണ് എടുക്കുന്നത്, ഞാൻ എല്ലുള്ളത് തന്നെ എടുത്തിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് തന്നെ വരും. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇച്ചിരി മഞ്ഞളും ഒരിച്ചിരി പൊടിക്ക് ഉപ്പും ഇട്ടിട്ട് ആദ്യം തന്നെ ഒന്ന് മിക്സാക്കി വെച്ചിരുന്ന ചിക്കനാണ്. നോർമൽ, അത് കടയിൽ നിന്ന് കട്ടാക്കിയത് കൊണ്ടുവന്നത്, അത് കഴുകി വൃത്തിയാക്കി ഇച്ചിരി മഞ്ഞളും ഉപ്പിട്ട് വച്ചിരുന്നതാണ്. അത് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു മിക്സിലേക്ക്, ആ ഒരു ബാറ്ററിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് നല്ലപോലെ ഒന്ന് എല്ലായിടത്തും നല്ലപോലെ പറ്റുന്ന പോലെ ഒരു മിക്സാക്കി കൊടുക്കുക. അങ്ങനെ കൊടുത്തിട്ട് അത് ഒരു വയ്ക്കുകയൊന്നും വേണ്ട കേട്ടോ, നമുക്ക് അന്നേരം തന്നെ അത് ഫ്രൈ ചെയ്തെടുക്കുക. അതിനുവേണ്ടി ഒരു പാൻ വെച്ച് ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതിലേക്കിട്ട് ഒരു 1/4 വേവോളം, അതായത് ഒരു ചിക്കൻ എത്ര വേവാൻ വേണ്ട അതിൻ്റെ ഒരു 1/4 വേവോളം ഞാൻ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ കാണുന്നത് കരിയുന്നൊന്നുമല്ല കേട്ടോ, നമ്മൾ ആ സോയാ സോസൊക്കെ ചേർത്തില്ലേ, അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കളറ് നല്ലപോലെ അങ്ങ് പിടിക്കുന്ന കേട്ടോ. അപ്പോൾ ലാസ്റ്റ് കറി വരുമ്പോഴത്തേക്ക് നല്ല രസമായിരിക്കും, നമ്മുടെ ഒരു പീസ് അത് കാണുമ്പോൾ തന്നെ. അപ്പോൾ ഇതിവിടെ ഇരുന്ന് വേവട്ടെ. അപ്പോൾ ആ ഒരു സമയത്തിന് നമുക്ക് നമ്മുടെ ചില്ലി ചിക്കന് വേണ്ട ബാക്കി കാര്യങ്ങൾ തയ്യാറാക്കാം. അതിന് വേണ്ടി ഒരു 2 മീഡിയം സവാള ക്യൂബായിട്ട് അരിഞ്ഞത്, ഒരു ക്യാപ്സിക്കം ക്യൂബായിട്ട് അരിഞ്ഞത്, ഒരു 1/4 ലെമൺ വേണം, പിന്നെ ഒരു 3 പച്ചമുളക്, അത് ഞാൻ നീളത്തിലിട്ട് 4ആക്കി അരിഞ്ഞെടുത്തത്, പിന്നെ വേണ്ടത് കുറച്ച് മല്ലിയില. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരു നല്ല അത്യാവശ്യം വലുപ്പമുള്ള ഒരു ചീനിച്ചട്ടി എടുത്ത് അതിലേക്കിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് ഒത്തിരി ഫുള്ള് വഴലണ്ട, ഒന്ന് പകുതി വഴന്ന ശേഷം അതിലേക്ക് ഞാനിവിടെ ചില്ലി ചിക്കൻ്റെ പൗഡറായിട്ട് ഇട്ടിരിക്കുന്നത്, അത് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ പകരമായിട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയപ്പം പറ്റിയിരിക്കുന്നത് മുളക് പൊടി, കുരുമുളക്, മഞ്ഞൾപ്പൊടി, പിന്നെ ഇച്ചിരി ഗരം മസാല, അത്രയും സാധനം ഇട്ട് ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല. പക്ഷേ അവിടെ ഇവിടെ ഞാൻ അത്യാവശ്യം ടേസ്റ്റൊക്കെ ഒരേപോലെ വരും കേട്ടോ. പക്ഷേ ഞാനിവിടെ ചില്ലി ചിക്കൻ മസാല തന്നെ എടുത്തിട്ടുണ്ട്. അതൊന്ന് നമ്മൾ വഴറ്റിയതിനകത്തേക്ക് ഇട്ടിട്ട് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് അത് പിന്നെ ഒന്ന് സെറ്റാകാൻ വേണ്ടി വെച്ചു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുത്ത് അതിലേക്ക് നമ്മുടെ ചിക്കൻ്റെ അളവിനനുസരിച്ച് ഇതിലേക്ക് ഞാൻ ഒരു 3 ടീസ്പൂൺ സോയാ സോസ്, 2 ടീസ്പൂൺ നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പ്, പിന്നെ 1 ടീസ്പൂൺ ചില്ലി സോസ്, റെഡ് ചില്ലി സോസ്, ഇത്രയും കാര്യങ്ങളോട് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തു. അതങ്ങനെ വറ്റിക്കൊണ്ടിരിക്കുക, അതായത് തിള വന്നു കഴിഞ്ഞു. അപ്പോൾ ഞാൻ മല്ലിയില അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇട്ട് കൊടുത്തു. പിന്നെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അതിലേക്ക് നാരങ്ങ എടുത്ത് വെച്ചിരുന്നല്ലോ, ആ നാരങ്ങയും കൂടെ പിഴിഞ്ഞൊഴിച്ചു. അത്രയേ ഉള്ളൂ. പിന്നെ ഇതെല്ലാം കൂടെ കിടന്നൊന്ന് മിക്സായി ഒന്നൊരു നല്ല തിള വരണം. അത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് നമുക്കൊരു ചില്ലി ചിക്കൻ റെഡി ആയി കഴിഞ്ഞു. ഇത് ചുമ്മാ പറയില്ല കേട്ടോ, ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നമ്മുടെ ഗീ റൈസിൻ്റെ കൂട്ടത്തിൽ, ചപ്പാത്തി, പൊറോട്ട ഒക്കെ കൂട്ടത്തിൽ നല്ല അടിപൊളിയായിട്ട് നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ അല്ലേ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.